ഹായ് ഗായ്സ്, ഗലിപ്രോ എന്ന് വീഡിയോ ചാനലിൽ എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 7 5th വീക്ക് എവിഷനിലേക്കുള്ള വോട്ടിംഗ് ആണ് ഹോട്ട്സ്റ്റാറിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളിന്ന് ചൊവ്വാഴ്ച രാവിലെ 7 മണി വരെയുള്ള അൺഒഫീഷ്യൽ വോട്ടിംഗ് സ്റ്റാറ്റസ് ആണ് നോക്കാൻ പോകുന്നത്. നമ്മുടെ മുമ്പിൽ ഇത്തവണ 15 മത്സരാർത്ഥികളാണ്. അതുകൊണ്ട് തന്നെ വാശിയേറിയ പോരാട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പലരും പിന്നിൽ നിന്ന് പിന്നിലേക്കും വന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ ചെറിയ ഒരു വോട്ടിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട മത്സരാർത്ഥികൾക്ക് വേണ്ടി നിങ്ങൾ ഹോട്ട്സ്റ്റാർ കയറി തന്നെ വോട്ട് ചെയ്യുക. എന്നാൽ മാത്രമേ മത്സരാർത്ഥി സേവ് ആവത്തുള്ളൂ. അതോടൊപ്പം വരും മണിക്കൂറിൽ കൃത്യമായ വോട്ടിംഗ് വിവരങ്ങൾ ബിഗ് ബോസ് സംബന്ധമായിട്ടുള്ള ന്യൂസ് അറിയാൻ വേണ്ടി നമ്മുടെ ചാനൽ സന്ദർശിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവേത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാം. അതോടൊപ്പം നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥി ആരാണെന്നും ആർക്കാണ് വോട്ട് ചെയ്യുന്നതും കൂടി വീഡിയോയുടെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഇന്ന് 7 മണി വോട്ടിംഗ് റിസൾട്ടിൽ 1ാം പൊസിഷൻ അത് അനുമോൾ തന്നെയാണ് തുടരുന്നത്. മറ്റുള്ള മത്സരാർത്ഥികളിൽ നിന്ന് ബഹുദൂരം മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അനുമോൾ നല്ല രീതിയിലുള്ളൊരു വോട്ടിംഗ് മുന്നേറ്റം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 15,100 എന്ന കൂറ്റം വോട്ട് നേടി 1ാം പൊസിഷൻ തന്നെ കൈയടക്കി വെച്ചിരിക്കുകയാണ് അനുമോൾ. 2ാം പൊസിഷനിൽ അനീഷ് തന്നെ തുടരുന്ന കാഴ്ചയാണ് കണ്ടുവരുന്നത്. നേരത്തെ അട്ടിമറി മുന്നേറ്റമായിട്ട് 2ാം പൊസിഷനിൽ വന്നതിന് ശേഷം ഒരു ഘട്ടത്തിലും പിന്നിലേക്ക് പോവാതെ ഇപ്പോൾ 12,008 എന്ന കൂറ്റൻ വോട്ട് നേടി 2ാം പൊസിഷൻ തന്നെ നിലനിർത്താൻ സാധിച്ചിട്ടുണ്ട് അനീഷിന്. 3ാം പൊസിഷനിൽ ഷാനവാസാണ് തുടരുന്നത്. ഷാനവാസിന് ഇപ്പോൾ നല്ല രീതിയിലുള്ളൊരു വോട്ടിംഗ് ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. തുടക്കത്തിലുണ്ടായിരുന്ന ഒരു മുന്നേറ്റം ഇപ്പോൾ കണ്ടുവരുന്നില്ല. ഇപ്പോൾ 11,899 വോട്ടോട് കൂടി 3ാം പൊസിഷനാണുള്ളത്. 4ാം പൊസിഷനിൽ നൂറയാണുള്ളത്. നൂറ നല്ലൊരു മുന്നേറ്റമാണ് ഇപ്പോൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഷാനവാസുമായിട്ട് ചെറിയൊരു വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് തൻ്റെ 3ാം പൊസിഷൻ നഷ്ടപ്പെട്ട് 4ാം പൊസിഷനിലേക്ക് വന്നിരിക്കുന്നത്. ഇപ്പോൾ 11,878 വോട്ടാണ് നേടിയിരിക്കുന്നത്. 5ാം പൊസിഷനിൽ ജിസേൽ തന്നെ തുടരുന്ന കാഴ്ചയാണ് കണ്ടുവരുന്നത്. ജിസേലിന് ഇപ്പോൾ ചെറിയ രീതിയിലൊരു വോട്ടിംഗ് ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. 11,400 വോട്ടാണ് ഇപ്പോൾ ജിസേൽ കരസ്ഥമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 5ാം പൊസിഷനിലാണ് തുടരുന്നത്. 6ാം പൊസിഷനിൽ ആദിലയാണ് ഉള്ളത്. ആദിലിപ്പോൾ വമ്പിച്ചൊരു മുന്നേറ്റമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ജിസേലിൻ്റെ അടുത്തെത്തിയ രീതിയിലുള്ള ഒരു വോട്ടിംഗ് പ്രകടനം. ഇപ്പോൾ 11,250 വോട്ട് നേടി 6ാം പൊസിഷനിൽ തന്നെ തുടരുന്ന കാഴ്ചയാണ് കാണുന്നത്. 7ാം പൊസിഷനിൽ രേണുസുതിയാണുള്ളത്. രേണുസുതി ഇപ്പോൾ ആദിലുമായിട്ട് ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. വമ്പിച്ചൊരു വോട്ടിംഗ് മുന്നേറ്റം തന്നെ എന്ന് പറയാം. കാരണം നല്ല രീതിയിലുള്ളൊരു വോട്ടിംഗ് പ്രകടനം നടത്തിയാണ് 7ാം പൊസിഷനിലേക്ക് രേണുസുതി കയറി വന്നിരിക്കുന്നത്. 8ാം പൊസിഷനിൽ അഭിലാഷ് തുടരുകയാണ്. അഭിലാഷ് ഏകദേശം സേഫായ രീതിയിലുള്ള ഒരു പ്രകടനമാണ്. 10,009 വോട്ട് നേടിയാണ് 8ാം പൊസിഷനിൽ നിലനിർത്തിയിരിക്കുന്നത്. 9ാം പൊസിഷനിൽ അക്ബർ ഖാൻ കയറി വന്നിട്ടുണ്ട്. നല്ലൊരു മുന്നേറ്റം നടത്തിയാണ് ബിന്നി അട്ടിമറിച്ചുകൊണ്ട് 9ാം പൊസിഷൻ തിരിച്ചു പിടിച്ചത്. ഇപ്പോൾ 9,899 വോട്ടോടുകൂടി 9ാം പൊസിഷനാണുള്ളത്. 10ാം പൊസിഷനിൽ ബിന്നി സെബാസ്റ്റ്യൻ തന്നെ തുടരുന്ന കാഴ്ചയാണ് കണ്ടുവരുന്നത്. തുടക്കത്തിലുണ്ടായിരുന്ന ഒരു വോട്ടിംഗ് പ്രകടനം കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ഡേഞ്ചറായ 10ാം പൊസിഷനിലേക്ക് വന്നിരിക്കുകയാണ്. ഇപ്പോൾ 9,880 വോട്ട് നേടി 10ാം പൊസിഷനിൽ തന്നെ തുടരുകയാണ്. 11ാം പൊസിഷനിൽ അപ്പാനി ശരത്ത് തന്നെ തുടരുന്ന കാഴ്ചയാണ്. കാരണം അപ്പാനി ശരത്ത് ഇപ്പോൾ ഡേഞ്ചർ സോണിൽ തന്നെയാണ്. ഏത് നിമിഷവും വേണമെങ്കിലും പോകാമെന്നുള്ള ചാൻസ്. ഇപ്പോൾ 9,766 വോട്ട് മാത്രം നേടി 11ാം പൊസിഷനാണുള്ളത്. 12ാം പൊസിഷനിൽ ആര്യൻ ഖത്തറിയ തിരിച്ചു കയറി വന്നിരിക്കുന്നതാണ് എല്ലാവരും അത്ഭുതപ്പെടുത്തിയത്. ഇപ്പോൾ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് അപ്പാനി ശരത്തുമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 8,978 വോട്ട് നേടി 12ാം പൊസിഷനിലാണ് ആര്യൻ ഖത്തറിയ ഉള്ളത്. 13ാം പൊസിഷനിലേക്ക് നമ്മുടെ റെന ഫാത്തിമ താഴെപ്പെടുകയാണ് ചെയ്തത്. ആര്യനുമായിട്ടുള്ള ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ തൻ്റെ ചെറിയൊരു വോട്ടിൻ്റെ വ്യത്യാസത്തിൽ പിന്നിലേക്ക് വന്നിരിക്കുകയാണ്. ഇപ്പോൾ 8,700 വോട്ട് നേടി 13ാം പൊസിഷനാണുള്ളത്. 14ാം പൊസിഷനിൽ ഒനീൽ സാബു ആണുള്ളത്. ഇത്തവണ പുറത്തു പോകാൻ ചാൻസ് ഏറ്റവും കൂടുതലുള്ള ഒരു മത്സരാർത്ഥിയാണ്. 8,321 എന്ന വോട്ട് നേടി 14ാം പൊസിഷൻ എന്ന ഡേഞ്ചർ സോണിലാണുള്ളത്. 15ാം പൊസിഷനിൽ ശൈത്യ സന്തോഷാണ്. ഇത്തവണ പുറത്തു പോകുമെന്ന് തന്നെ ഉറപ്പിച്ച് പറയാവുന്ന മത്സരാർത്ഥി. 8,233 വോട്ട് മാത്രം നേടി 15ാം പൊസിഷനാണുള്ളത്.